ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയുടെ പാട്ടായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് സ്റ്റോറിയൊക്കെ ഷുഗർ ഇതിൽ ഐഡലൊക്കും റിച്ച് ബോയ് ആൻഡ് സെക്കൻഡ് വൈഫ്. ഓക്കെ, ഹീറോയ്ക്ക് 27 വയസ്സ്, ഹീറോയ്ക്ക് 25 വയസ്സ്. ഹീറോ ഒരു പിന്നെ ആയുർവേദി ഒരു ഡോക്ടറാണ് ഹീറോയിൻ. ഹീറോയിൻ്റെ പേര് പ്രിയ. ഓക്കെ, ഇത് ഹീറോയിൻ്റെ മരുന്ന് പറഞ്ഞ ആയുർവേദി ഉണ്ടാക്കുന്ന വീട്. ഇവിടെ നിന്ന് ഹീറോയിൻ നോക്കും, മെഡിസിൻ എല്ലാം എന്താ ചെയ്യും. ഇത് ഹീറോയിൻ്റെ വീട്. അതുമാത്രമല്ല ഈ ഓർഡർക്ക് ഒരു വ്യത്യാസമായ ഒരു പവറുണ്ട്. ഓർഡർ നല്ല ഓർഡറാണ് ഹീറോയിൻ. ഈ ഓർഡർ ഹീറോയ്ക്കും കുറച്ച് മാജിക് പവർ. ഈ ഓർഡറിൽ പറഞ്ഞ ഹീറോയിൻ നിറയെ മൂലിക ഇടും. അതുമാത്രമല്ല അതല്ല മരുന്ന്. അതാണ് ഹീറോയിൻ നിറയെ ഇത് മാത്രമല്ല ഹീറോയിൻ ചെയ്യും. ഹീറോയിൻ്റെ മമ്മി ഡാഡി ഇപ്പോൾ ഹീറോയിൻ വീട്ടിലേക്ക് പോയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി ഇല്ല ഡോക്ടർ പഠിച്ചു കഴിഞ്ഞ് ഇപ്പം നീ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നു, ഇവിടെ വന്ന് നീ റൺ ചെയ്യാം. അത് പകരം നിനക്ക് ആലോചിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ 25 വയസ്സായില്ലേ, നീ ഇപ്പം മാരേജ് കഴിക്ക്, ഇപ്പം നീ സെറ്റിലായില്ലേ എന്നെ പറയണം. അമ്മ പറയുന്നത് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എന്തിനാ അമ്മ ഇങ്ങനെ പറയുന്നത്? വേണ്ടമ്മ, ഇപ്പോൾ ഒന്ന് മാരേജ് വേണ്ട എന്നെ അമ്മ പറയായിരുന്നു. അത് കേട്ട് ഹീറോയിൻ അമ്മ പറയായിരുന്നു, ഇല്ല പ്രിയ, പറയുന്നത് കേട്ടോ അമ്മോ, നീ മാരേജ് കഴിച്ചാൽ മാത്രം നിനക്ക് എല്ലാം ഇത് ഫാമിലി ആയിട്ടിരിക്കാൻ പറ്റും എന്ന് അമ്മ പറയായിരുന്നു. അത് കേട്ട് പ്രിയ ഓക്കെ എന്ന് സമ്മതിച്ചായിരുന്നു. ഓക്കെ അമ്മ, ആ മാരേജ് സെറ്റിലായ ഞാൻ മാരേജ് കഴിക്കാം എന്ന് പറയായിരുന്നു അമ്മയോട്. വീട് പെണ്ണ് കാണാൻ വന്നായിരുന്നു. ഞാൻ പെണ്ണ് കാണാൻ ഹീറോയ്ക്ക് ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല. ഈ ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മ പറഞ്ഞു നോക്കി നല്ല ചെക്കനാണ്, ഇവൻ്റെ പേര് രാകേഷ്, ഇവൻ നല്ല ചെക്കനാണ്. ഇവനുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ മുംബൈയിലാണ് അവൻ സെറ്റിലായുള്ളത്. മുംബൈക്കാണ് മാരേജ് കഴിക്കാൻ പോകുന്നത് എന്നെ പറയായിരുന്നു. അങ്ങനെയായിട്ട് രാകേഷ് പറയായിരുന്നു. രാകേഷൊക്കെ എങ്ങനെ മലയാളം എന്നിട്ട് അറിയോ എന്നെ രാകേഷിനോട് കേൾക്കാൻ. രാകേഷ് പറഞ്ഞു, ശരി ഓക്കെപ്പാ, ഞങ്ങൾക്ക് മലയാളം നന്നായിട്ട് അറിയും, എൻ്റെ നാട് ഇവിടെയാണ്, ഞാൻ വന്ന് മുംബൈയിൽ പോയി സെറ്റിലായതാണ്, എനിക്കവിടെ ജോബ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഏസ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് മാരേജ് ഇഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ രാകേഷ് കൂടെ ഹീറോയ്ക്ക് മാരേജ് കാര്യം പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു, ഇവൻ എന്ത് ചെയ്യുക എന്ന് പറയുന്നത്. രാകേഷ് വന്ന് ഹീറോയുടെ വലിയാൻ തുടങ്ങിയെന്ന്. ഇത് കേട്ട് ഹീറോയ്ക്ക് ചെടി വരാൻ തുടങ്ങി. ഇവൻ എന്ത് ചെയ്യുക എന്ന് ഹീറോ ഓർക്കായിരുന്നു. എന്ത് ചെയ്യാന്ന് ഓർത്ത് നോക്കുമ്പോൾ അവിടെ ഒരു നിറയെ മരുന്നുണ്ട്. ഇപ്പോൾ ഹീറോയുടെ ലാബ്, അതൊരു ലാബ് മതി, അതൊരു വീട്, ഈ ഫോട്ടോ കാണുന്നത് മതി. ഹീറോ ആ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോൾ അതിലൊരു മരുന്നുണ്ട്, ഡോണ്ട് ടച്ച് മീ എന്ന് പറഞ്ഞിട്ട്. ഹീറോ അത് നോക്കി ഒരു വില്ലത്തന്നെ ഒരു ചിരിച്ചായിരുന്നു. അങ്ങനെയായിട്ട് എന്ത് പച്ചക്കൻ്റെ പേര് രാകേഷ്. രാകേഷ് ഇങ്ങനെ കുളിച്ചിട്ട് നൈറ്റായിരുന്നു. രാകേഷ് റെസ്റ്റ് എടുക്കുക. ഒരു ആൻറ്റി വന്ന് അത് കോഫിയിൽ ഒന്ന് കലക്കി കൊടുത്തായിരുന്നു ഹീറോയിൻ. രാകേഷ് ആ കോഫി കുടിച്ചായിരുന്നു. കോഫി കുടിച്ച് രാകേഷ് ആ കോഫി കുടിച്ചിട്ടിൽ രാകേഷിൻ്റെ കണ്ണ് ഹാർട്ട് വീഴാൻ തുടങ്ങി. ഹാർട്ട് ഷേപ്പ് ലവ് പോഷൻ മതി. അത് ഹീറോയ്ക്ക് കൊടുത്ത ലവ് പോഷൻ. അത് കുടിച്ച് രാകേഷൊക്കെ മനസ്സിലുള്ളത് മൊത്തം പറയുമായിരുന്നു. അതുമാത്രമല്ല ഹീറോ കുറച്ച് ലവ് പോഷൻ കുറച്ച് വ്യത്യാസം ചെയ്തിട്ടുണ്ട്. രാകേഷിൻ്റെ ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഞാൻ ആ ഗേൾ ഫ്രണ്ട് അയച്ചായിരുന്നു. അങ്ങനെ രാകേഷ് ആ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് കൊഞ്ചായിരുന്നു. മാരേജ് ആയിരുന്നു. അങ്ങനെയായിട്ട് രാകേഷ് പോയിട്ട് ലവ് പോഷനിൽ കുടിച്ചിട്ട് അവളേന്ന് പറഞ്ഞിട്ട് അവിടെ പേരെന്ന് പറഞ്ഞ് രാകേഷ് പോയിട്ട് അവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന്. ഹീറോയിൻ അമ്മ പറയായിരുന്നു മാരേജിൽ റെഡി എന്ന് പറയായിരുന്നു. പണ്ടത്തെ ചെക്കന് കാണുന്നില്ല, പെണ്ണ് വന്നായിരുന്നു, ചെക്കന് കാണില്ല. രാകേഷിന് അമ്മ എന്താ ഒരു വോയിസ്, രാകേഷിന് അമ്മ എല്ലാം തിരിഞ്ഞു നോക്കി. രാകേഷ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടു രാകേഷൻ ഗേൾ ഫ്രണ്ട് കൂടെ. രാകേഷിൻ്റെ അമ്മക്ക് പ്രാന്ത് വിളിച്ചു, എന്താണ് അത് കല്യാണം കഴിച്ച് വന്നത്? രാകേഷ്, ഇവൾ നല്ല ഡോക്ടറാണ് പഠിച്ചത്, നല്ല ഗേള്, അത് മാത്രമല്ല നല്ല സംഭവിക്കരുടാ, നീ ഇവളെ മാരേജ് കഴിച്ച് വന്നതെന്ന് രാകേഷിന് അമ്മ പറയായിരുന്നു. അങ്ങനെ രാകേഷിൻ്റെ അമ്മയൊക്കെ ഹീറോയിൻ്റെ അമ്മേനോട് ഓടെ ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് എന്താടാ ചെയ്തു വെച്ചാൽ, ഇല്ല അമ്മ, അത് ഞാനിവിടെ ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ട് രാകേഷൊക്കെ അമ്മയൊക്കെ ടെൻഷനായിരുന്നു. രാകേഷ് കേൾക്കൂല, അവളെ പേരേ പറഞ്ഞ് രാകേഷ് അവളെ വെറുകിലേ പോയി. രാകേഷ് എനിക്ക് അമ്മ വേണ്ട, എന്തു വേണ്ട, എനിക്ക് ഇവളെ മതിയെന്ന് അവളെ വെറുകിലേ പോയി. രാകേഷ് അമ്മയൊക്കെ ടെൻഷൻ. രാകേഷ് എന്ന് പറയായിരുന്നു.
അതെ, രാകേഷിൻ്റെ അമ്മ രാകേഷിൻ്റെ അമ്മ പറഞ്ഞ ഒരു ഡ്രസ് ഷോപ്പിംഗ് വെച്ച് റൺ ചെയ്യുക. അതേമാത്രം ഹീറോയിൻ്റെ മമ്മി എൻ്റെ കൂടെ ഓൾഡ് രാകേഷിൻ്റെ അച്ഛൻ ഹീറോയിൻ്റെ ഡാഡിക്ക് നിറയെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് മകൾ ചോദിച്ചായിരുന്നു. അവരെ കൊണ്ട് ഇവ മാരേജ് കഴിയുക. ആൻറ്റി രാകേഷ് അമ്മ പറയായിരുന്നു നിങ്ങൾ പെണ്ണ് ചോദിച്ചോക്കോ എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് രാകേഷ് മാരേജ് കഴിക്കാനൊക്കെ ആയിരുന്നു. അത് സെറ്റിലായാലും രാകേഷ് ഓടിപ്പോയി. ഇത് കേട്ടാൽ അവർക്കെല്ലാം ടെൻഷൻ. ഹീറോ ചിരിക്കുമായിരുന്നു. അപ്പ സമാധാനമായി. ഈ ലവ് പോർഷൻ വെച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ഹീറോയും മുതലുള്ള ചിരിച്ച അവർക്കെല്ലാം നടന്നായിരുന്നു. രാകേഷ് അതായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ നോക്കുമ്പോൾ രാകേഷൊക്കെ എല്ലാം ഓർമ്മ. അവർക്ക് കല്യാണം കഴിച്ചു വന്നത് അവർക്ക് എല്ലാവരും നടന്നത് കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ രാകേഷ് എനിക്ക് നോക്കുമ്പോൾ അവിടെ ഗേൾഫ്രണ്ട് കൂടെ രാകേഷിൻ്റെ ഗേൾഫ്രണ്ട് പറയായിരുന്നു എന്ത് പറ്റി കോഫി ഞാനിപ്പോൾ എവിടെ ഉള്ളത് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചു. രാകേഷിക്ക് നമ്പില്ല. രാകേഷിൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അതേടെ രാകേഷ് ഫ്രണ്ട്സ് ഞങ്ങളും കൂടെ വന്നിരുന്നുടാ എന്ന് പറയുന്നത്. ഇപ്പോൾ രാകേഷ് സമാധാനമായി. ശരി ഓക്കെ അവളെ മാരേജ് കഴിക്കണം. എൻ്റെ ഗേൾഫ്രണ്ട് മാരേജ് കഴിച്ചില്ല. രാകേഷൊക്കെ ഗേൾഫ്രണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അങ്ങനെ ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. ഹലോ എന്താടി ഇനി ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. എന്താ ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് ഹീറോയി എന്നെ പാക്കിങ് ചെയ്തു. മോം എന്താപ്പാ നീ പറയുന്ന ഇല്ല മോം ഞാൻ തമിഴ്നാട്ടിൽ പോവാ എന്നെ ഹീറോയി പറയായിരുന്നു. ഇത് കേട്ട് ഹീറോയുടെ അമ്മക്ക് ഷോക്കായിരുന്നു. അച്ഛൻ അമ്മയ്ക്ക് വെച്ചൊക്കെ ഷോക്ക്. എന്തിനുമാ തമിഴ്നാട്ടിൽ പോകുന്ന ഇല്ലമ്മ തമിഴ്നാട്ടിലേക്ക് ഞാൻ പോവാ എന്ന് പറയായിരുന്നു. ഇത് കേട്ട അമ്മ ഇനിയമ്മ തമിഴ്നാട്ടിൽ പോകുന്നത് അതെ അമ്മ തമിഴ്നാട്ടിൽ പോവാ എന്ന് പറയായിരുന്നു. ശരി അമ്മ തമിഴ്നാട്ടിൽ പോകുന്നു ശരി എന്ന് പറയായിരുന്നു. അതിനായിട്ട് ശരി അമ്മ എന്ന് പറയായിരുന്നു. വീണ്ടും കോൾ വന്നു. ഹലോ ഇല്ല മച്ചി തമിഴ്നാട് വേണ്ടടി നമുക്ക് ഇവിടേക്ക് പോവാം അമ്മ ഇപ്പോൾ ചേഞ്ച് അമ്മ എന്ന് പറയാം. അമ്മ എന്താ പറ്റി ഇല്ലമ്മ ഞാൻ വെളിനാട്ടിലേക്ക് പോകണു എന്ന് പറയുമ്പോൾ ഷോക്കായിരുന്നു. ഇനിയും വെളിനാട്ടിൽ പോകുന്നത് ഇല്ലമ്മ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പ്ലേസ് പറയും അതെവിടെയാണ് അത് വേറെ കണ്ടിരുമ്മ ഞാൻ പോയിട്ട് വരാം. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും കൂടെ വരാം. ഫ്രണ്ടിൻ്റെ പേര് പറയായിരുന്നു. അതുകൊണ്ട് ഹീറോ ഡാഡി പറയായിരുന്നു അതുകൊണ്ട് ചേട്ടനും കൂടെ വരാൻ പറയായിരുന്നു. അവിടെ അർജുനും എന്താ ഞാനാ എന്ന് ഷോക്കായിട്ട് ഹീറോയിനെ നോക്കാൻ തുടങ്ങിയായിരുന്നു.